വാർത്തയിലേക്ക്. സുരേഷ് ഗോപി തൃശൂർ ലൂർദ് പള്ളിയിൽ സമർപ്പിച്ച കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. പള്ളി വികാരി അടങ്ങുന്ന 5 അംഗ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. കിരീടത്തിൽ ഭൂരിഭാഗവും ചെമ്പാണെന്നാണ് ആരോപണം. ഈ ആരോപണം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ഇന്നലെ ചേർന്ന ഇടവക പ്രതിനിധി യോഗത്തിലാണ് സ്വർണത്തിന്റെ അളവ് പരിശോധിക്കണമെന്ന് ആവശ്യമുയർന്നത്. നമ്മുടെ സുരേഷ് ഗോപി നമ്മുടെ തിരുനാളിന്റെ അന്ന് ലൂർദ് മാതാവിന് ഒരു കിരീടം സമർപ്പിച്ചപ്പോൾ വലിയൊരു പബ്ലിസിറ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇതൊരു ആഗ്രഹമുണ്ട്, ഇതിൽ എത്ര പവനുണ്ട്, ഇതാണ് ജനങ്ങളുടെ ചോദ്യം മുഴുവനുമായിരുന്നത്. അപ്പൊ അച്ഛൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, നമുക്ക് ലൂർദ് മാതാവിനെ പല ഗിഫ്റ്റുകളും കിട്ടാറുണ്ട്, വെള്ളിയായാലും കൊച്ചു സ്വർണ്ണങ്ങളായാലും ഒക്കെ കിട്ടാറുണ്ട്. പക്ഷെ അതിനൊന്നും ആരും അങ്ങനെ ചോദിക്കാറില്ല. അതായത് ഏറ്റവും അവസാനമാണ് അതിന്റെ ഒരു കണക്ക് കൂട്ടൽ. എല്ലാം സുതാര്യമാണ് ലൂർദ് പള്ളിയില്. കൈക്കാരന്മാരും അച്ഛനും അടങ്ങുന്ന ഒരു കമ്മിറ്റി അതിന്റെ കണക്കുകൾ നോക്കി പിന്നീട് നിങ്ങളെ അറിയിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ ജനങ്ങൾ മൊത്തത്തിൽ പറയുന്നത് അത് ചെമ്പുമ്മേ സ്വർണം പൂശിയതാണ് എന്നാണ്. സുരേഷ് ഗോപി പള്ളിക്ക് സ്വർണ്ണ കിരീടം സമർപ്പിച്ച ദിവസം കിരീടം പണിത അനു അനന്തൻ പറഞ്ഞ വാക്കുകൾ കൂടി കേൾക്കാം. ഇത് ചെയ്യുന്ന സമയത്ത് സുരേഷ് ചേട്ടന് എനിക്ക് തോന്നുന്നു ഒരു 20 ദിവസമോ മറ്റോ ആയിട്ടുള്ളൂ. അദ്ദേഹം ഇത് പള്ളിയിൽ വന്ന് എന്തോ തൊഴാൻ വന്നപ്പോൾ മറ്റോ അദ്ദേഹം ഇത് കണ്ടു. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ട് എന്നെ വിളിച്ചിട്ട് ഇതുപോലെ ഒരു കിരീടം വേണം, ചെയ്യാവാന്ന് ചോദിച്ചു. അപ്പം അത് സ്വർണ്ണ കിരീടമായിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഞാൻ അങ്ങോട്ടൊരു സജഷൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അതിനകത്തൊന്നും നോക്കണ്ട, നല്ലൊരു തങ്ക കിരീടം മാതാവിന് സമർപ്പിക്കാൻ പറ്റണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതാണ് അദ്ദേഹം നമ്മൾ ചെയ്തു കൊടുത്ത് പൂർണ്ണ മനസ്സോടെ വിൽക്കുമായിരുന്നു. അതിന്റെ അളവോ കാര്യങ്ങളോ ഒന്നും നോക്കരുത്, ഏറ്റവും ഭംഗിയായ ഒരു കിരീടം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അദ്ദേഹം എനിക്കിത് ചെയ്യാനായിട്ട് കുറച്ച് സ്വർണം തന്നിരുന്നു. ഞാനത് തൂക്കി നോക്കിയില്ല. ഇതിനുപയോഗിച്ച സ്വർണത്തിന്റെ ബാക്കി അദ്ദേഹത്തിന് തന്നെ ഞാൻ തിരിച്ചു. കാരണം ഇതിന്റെ ഒരു തൂക്കം അറിയേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പം അത് എന്നെ ഏൽപ്പിച്ചതിന്റെ ബാക്കി ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു. ഷംന അശോക് കൂടുതൽ വിവരങ്ങൾ നൽകും. ഷംന, ഇതിലിപ്പോ വലിയ വിമർശനങ്ങളും വലിയ ട്രോളുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ആകെ ഉയരുന്നുണ്ട്. ഈ കിരീടത്തിൽ സ്വർണ്ണമല്ല കൂടുതലും ചെമ്പാണ് എന്നുള്ളൊരു വിവരം എങ്ങനെയാണ് പുറത്തു വന്നത്? അതിൽ എത്ര കണ്ട് യാഥാർത്ഥ്യമുണ്ട്? യാഥാർത്ഥ്യം ഉണ്ടോ എന്നറിയാൻ ഇപ്പോൾ ഇടവകയുടെ നീക്കങ്ങൾ ഏതൊക്കെ രീതിയിലാണ്? സേഫു, ഈ ചെമ്പിൽ സ്വർണം പൂച്ചതാണ് ഈ കിരീടം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. അതുകൊണ്ട് തന്നെ അത് പരിശോധിക്കാനാണ് നിലവിൽ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ ഇടവക കമ്മിറ്റിയുടെ യോഗം ചേർന്ന സമയത്താണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഇടവകയിൽ നിന്നുള്ള ആളുകൾ തന്നെ അതിൽ സ്വർണ്ണമുണ്ടോ, അതിൽ ചെമ്പിൽ സ്വർണം പൂശിയതാണോ അല്ല പൂർണ്ണമായും സ്വർണ്ണ കിരീടമാണോ എന്നുള്ളത് പരിശോധിക്കണം എന്നുള്ള ആവശ്യം ഉയർത്തിയത്. ഏതായാലും ഇത് വിവാദമാവുകയും സേഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അത് ചർച്ച ചെയ്യുകയും ചെയ്തതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഒരു കമ്മിറ്റിയെ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ പള്ളി വികാരിയുണ്ട്, ഒപ്പം തന്നെ മറ്റ് അംഗങ്ങളും ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ആ കമ്മിറ്റി ഇത് വിശദമായി പരിശോധിക്കും. പ്രത്യേകിച്ച് ഇതിൽ ചെമ്പിൽ സ്വർണം പൂശിയതാണോ എന്നറിയാൻ ശാസ്ത്രീയ പരിശോധന മാത്രമാണ് പ്രധാനമായും ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. ഏതായാലും ഇതിൽ വിശദമായി തന്നെ പരിശോധനകൾക്ക് തീരുമാനിച്ചിട്ടുണ്ട് പള്ളി കമ്മിറ്റി. അതിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് 5 അംഗ സംഘത്തെ രൂപീകരിച്ചിട്ടുള്ളത്. ആ 5 അംഗ സംഘം വിശദമായി ഇത് പരിശോധിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ വ്യക്തത വരുത്തുക. ഒന്ന്, ഇടവകക്കാരായ വിശ്വാസികളിൽ കൂടി ഇതിന്റെ കാര്യം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാൻ പോവുകയാണ്. ആ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയരുന്നത് സുരേഷ് ഗോപിക്കും അതത്ര നല്ലതല്ല. മാത്രമല്ല, പള്ളിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് അതിൽ കൃത്യമായ ഒരു വ്യക്തത വരുത്തണം എന്നുള്ളതാണ് പള്ളി കമ്മിറ്റിയും നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ശാസ്ത്രീയ പരിശോധനയാണ് നടത്തുക. അതിനുശേഷം ഇടവകയിലുള്ള ആളുകളെ തന്നെ അത് ബോധ്യപ്പെടുത്തും. അതിന്റെ റിസൾട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 500 ഗ്രാമിന്റെ ഒരു ഇതാണ് നൽകിയിട്ടുണ്ടായിരുന്നത് സുരേഷ് ഗോപി. അതിൽ തന്നെ ചെമ്പിൽ സ്വർണം പൂശി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. കഴിഞ്ഞ ജനുവരി 15 കുടുംബസമേതം പള്ളിയിൽ എത്തിക്കൊണ്ടാണ് തിരുനാളിന്റെ സമയത്ത് മാതാവിന് ഇങ്ങനെ ഒരു സ്വർണ്ണ കിരീടം സുരേഷ് ഗോപിയും കുടുംബവും സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു, കൂടുതൽ ആളുകൾ അതിന് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഇത്തരത്തിൽ ചില ആരോപണങ്ങൾ ഉയരുന്നത്. ഏതായാലും ശാസ്ത്രീയ പരിശോധനയ്ക്ക് പള്ളി കമ്മിറ്റി മുതിരുകയാണ്. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ ഒരു വ്യക്തത ഉണ്ടാവുക. സേഫു. ശരി ഷംന, എന്തായാലും ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപി നൽകിയ തങ്ക കിരീടം എന്ന് പറയുന്ന കിരീടത്തിൽ ഈ പറയുന്ന ആരോപണം പോലെ കൂടുതൽ ചെമ്പാണോ അതോ സ്വർണമാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ഇടവക കമ്മിറ്റി ഒരു സമിതി രൂപീകരിച്ചിരിക്കുകയാണ്. സമിതി കൃത്യമായ പഠനവും പരിശോധനയും നടത്തിയതിനു ശേഷം അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തും. വിശദാംശങ്ങൾ നൽകിയത് ഷംന അശോക്.